ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. പുളിയിഞ്ചി ഇല്ലാതെ എന്ത് സദ്യ? സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണ് ഈ പുളിയിഞ്ചി. ചില സ്ഥലത്ത് ഇതിനെ ഇഞ്ചിക്കറി, ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പുളിയിഞ്ചി എന്നാണ് പറയാറ്. പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 6 മാസം വരെയെങ്കിലും കേടുകൂടാതിരിക്കുന്ന ഒരു കറിയാണിത്. അതുകൊണ്ട് ഓണം, വിഷു പോലെയുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം മുന്നേ തന്നെ ഈ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കി വെക്കാം. ഒരുവിധം എല്ലാവർക്കും പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും. പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കണ രീതിയാണ് കേട്ടോ. അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ഒന്ന് നോക്കിയാലോ നമുക്ക്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 വലിയ സൈസ് ഇഞ്ചി, ഏകദേശം ഒരു 100 ഗ്രാമോളം വരും. പിന്നെ ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. ഒരു വലിയ നാരങ്ങ സൈസിൽ പുളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെക്കാം. ഇത്രയും പുളി വെച്ചിട്ട് നമുക്ക് ഒരു 10-20 ആൾക്കാർക്ക് സദ്യയിൽ വിളമ്പാനുള്ള പുളിയിഞ്ചി ഉണ്ടാക്കാൻ പറ്റും. പുളി ഇവിടെ ഇരുന്നിട്ട് നന്നായി കുതിർന്ന് വരട്ടെ, അപ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ളതൊക്കെ സെറ്റാക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര വേണം. ഞാനിവിടെ ഒരു 6 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 500 ഗ്രാമോളം വരും. എനിക്ക് കുറച്ച് മധുരം കൂടുതലുള്ള പുളിയിഞ്ചിയാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ അതിനനുസരിച്ചുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇഞ്ചിയുടെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ദാ ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർക്കാം. കുറച്ച് ഇഞ്ചിയും പച്ചമുളകും അവിടെ മാറ്റി വെക്കണം, ലാസ്റ്റ് നമുക്ക് വറുത്തിടുമ്പോൾ അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ എണ്ണയിലിട്ടിട്ട് ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു പച്ചമണം മാറണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ട് പുളി പിഴിഞ്ഞതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് അതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് അങ്ങനെ വറ്റിച്ചെടുത്തിട്ട് പുളിയിഞ്ചി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇപ്പം ഇഞ്ചിയും പച്ചമുളകും നന്നായി ഒന്ന് വാടി വന്നിട്ട് എണ്ണയിൽ കിടന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ, 1/2 ടീസ്പൂൺ കായം പൊടി, 1/2 ടീസ്പൂൺ പൊടിച്ച ജീരകവും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ആ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾ ആരൊക്കെ ഇങ്ങനെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ആദ്യം വഴറ്റി അതിൽ പൊടികളൊക്കെ ചേർത്ത് വഴറ്റിയിട്ട് പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട്? ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്ത ആൾക്കാർ ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കൂട്ടോ, നല്ല ടേസ്റ്റാണ്. ഇപ്പം എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുത്തിട്ട് ആ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറി എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുതിർക്കാനായി വെച്ചിട്ടുണ്ടായിരുന്ന പുളി പിഴിഞ്ഞ് ചേർക്കാം. ആദ്യത്തെ ട്രിപ്പ് പിഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ആ പുളിയിലെ സത്ത് മുഴുവനും പിഴിഞ്ഞെടുക്കണം. ചിലരൊക്കെ പുളിയിഞ്ചി പെട്ടെന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പുളിയിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി വറ്റിച്ചെടുക്കും. അപ്പോഴാണ് ആ പുളിയൊക്കെ നന്നായി വെന്തിട്ട് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറി കിട്ടുള്ളൂ. കുറച്ച് സമയം എടുത്തുണ്ടാക്കുന്ന പുളിയിഞ്ചിക്കാണ് ടേസ്റ്റും കൂടുതൽ. ഇപ്പോൾ പുളിയെല്ലാം നന്നായി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചധികം തന്നെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്നിട്ട് നന്നായി തിളച്ച് വറ്റട്ടെ. ഇപ്പോൾ പുളി ഇവിടെ നന്നായി തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര ചേർക്കാം. ഈ ശർക്കരയിൽ ഒരു വൃത്തികേടും ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഈ ശർക്കര ഇങ്ങനെ തന്നെ ചേർക്കണത്. ശർക്കരയിൽ പൊടിയും ഇതൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉരുക്കിയിട്ട് അരിച്ച് ചേർക്കണമായിരിക്കും നല്ലത്. ഇപ്പം ശർക്കരയൊക്കെ ഉരുക്കിയിട്ട് പുളിയിഞ്ചിയൊക്കെ ഏകദേശം വറ്റി തുടങ്ങി. നമ്മൾ നേരത്തെ വെച്ച വെള്ളത്തിൻ്റെ നേർ പകുതിയായി മാറി. കുറച്ചും കൂടെ ഒന്ന് വറ്റി കിട്ടാനുണ്ട്. ഈ പുളിയിഞ്ചി ഉണ്ടാക്കണതിൽ ഏറ്റവും വലിയ പ്രോസസ്സ് ഇത് വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ്. കുറച്ചധികം തന്നെ സമയമെടുക്കും. ഇപ്പം ദാ നമ്മളെ പുളിയിഞ്ചി ഇവിടെ ഏകദേശം വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ വറ്റിച്ചെടുക്കാനുള്ള സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ ഇതിൽ അരി വറുത്ത് പൊടിച്ചതും അതുപോലെ ഉഴുന്ന് വറുത്ത് പൊടിച്ചൊക്കെ ചേർക്കാറുണ്ട്. കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുകയാണെങ്കിലും ഞാൻ അങ്ങനെയൊന്നും ചേർക്കാറില്ല. ഇപ്പം നമ്മളെ പുളിയിഞ്ചി ഇവിടെ നന്നായി വറ്റി സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയും വറ്റിക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് തന്നെ വറ്റിക്കോളും. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. സ്റ്റവ് ഓഫാക്കിയിട്ടും കണ്ടോ, ആ ചട്ടിയുടെ ചൂട് കാരണം കൊണ്ട് പുളിയിഞ്ചി ഇപ്പോഴും തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പുളിയിഞ്ചി ഒന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ചേർത്ത് പൊട്ടിച്ച് അതിലേക്ക് ഉലുവയും കൂടെ ചേർത്തു. ഉലുവ നന്നായി മൂത്ത് വരുമ്പോൾ കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളകും കൂടെ ചേർക്കണം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം.
ആ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരണം. ലാസ്റ്റ് ഇങ്ങനെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് മൂപ്പിച്ചിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മളെ പുളിയിഞ്ചിക്ക്. വെറുതെ കടുകും കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും കൂടി മാത്രം വറുത്തിടണേക്കാളും ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇപ്പം നമ്മളെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ട് ഇനി നമുക്ക് ഇത് പുളിയിഞ്ചിയിൽ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മളുടെ അടിപൊളി ടേസ്റ്റുള്ള പുളിയിഞ്ചി ഇവിടെ റെഡിയായി. ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ പുളിയിഞ്ചി കുറച്ച് ലൂസാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ അത് കാര്യമാക്കണ്ട. ഈ ചട്ടിയുടെ ചൂട് മാറുമ്പോഴത്തേനും പുളിയിഞ്ചി കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. ചുരുങ്ങിയത് ഒരു 6 മാസം വരെ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് ഈ പുളിയിഞ്ചി ഉപയോഗിക്കാം. ഒട്ടും നനവില്ലാത്തൊരു സ്പൂൺ വെച്ചിട്ട് എടുക്കാൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇനി പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.